ചേച്ചി, മലപ്പുറം താനൂരിൽ നിന്ന് 2 +1 വിദ്യാർത്ഥികളെ കാണാതാവുന്നു. നാട് മുഴുവൻ അരിച്ചു പെറുക്കുകയാണ് 2 പെൺകുട്ടികളെ. ഇപ്പോൾ വാർത്ത വരുന്നു, മുംബൈയിൽ ഒരു സലൂണിലിരുന്ന് 10,000 രൂപയ്ക്ക് മുടിയിൽ എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു നാട് മുഴുവൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, 2 പെൺകുട്ടികളെ കാണാനില്ല. പല രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്, പല രീതിയിൽ ആ കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ, കാണുവാനില്ല, അങ്ങനെ പല രീതിയിൽ പോവുകയാണ്. കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ. പക്ഷേ പെൺകുട്ടികൾ നാടൊക്കെ വിട്ടുപോയി അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് മുന്നേ ഈ അടുത്ത സമയത്ത് വന്ന കേസുകൾ തന്നെ നോക്കിയാലും വിദ്യാർത്ഥികളാണ് കുറ്റവാളികളായിട്ട് ആരോപിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 2K കിഡ്സിന് നേരെ ഒരു വലിയ രീതിയിലുള്ള ആരോപണം വരുന്നുണ്ട്. അവരൊക്കെ എല്ലാം ഈ നമ്മൾ സാധാരണപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാലും അവർ ടൂൾസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അത്രത്തോളം വയലൻസ് ആണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലൊരു ആരോപണം 2K കിഡ്സിന് നേരെയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി കുറ്റവാളികൾ കൂടുന്നതിനെ പറ്റി എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? നമ്മുടെ നാട്ടിൽ ജുവനൈൽ ഹോം ഉള്ളതായിട്ട് അറിയാമോ? അറിയാം. നമ്മുടെ നാട്ടിൽ കുട്ടി കുറ്റവാളികൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടേ ഇല്ല എങ്കിൽ ഇവിടെ ജുവനൈൽ ഹോമുകൾ ഉണ്ടാവുമായിരുന്നോ? ഇല്ല. കാരണം കുട്ടി കുറ്റവാളികൾ നേരത്തെ ഉള്ളതാണ്. ഇപ്പോൾ മീഡിയയുടെ അറ്റൻഷൻ കിട്ടുന്നത് കൊണ്ട് ആ വാർത്തകൾ എങ്ങനെ കൊടുത്താൽ ശ്രദ്ധ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഓരോ മാധ്യമങ്ങളും ശ്രദ്ധ പുലർത്തുന്നത് കൊണ്ടും ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വാർത്ത കൊടുക്കുന്നു, ഓരോ ആംഗിളുകളിൽ കൊടുക്കുന്നു. പിന്നെ കുറെ കാലം മുമ്പേ വിദ്യാലയ രാഷ്ട്രീയം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, അറിയാമോ? എനിക്ക് തോന്നുന്ന അരുണിമയൊന്നും വരുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല, അത് നിരോധിച്ചു കഴിഞ്ഞു. ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ സമരം വരും. ശരിക്കും പറഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ കാത്തിരിക്കാറുണ്ട്, സമരം വരുമോ, ഗേറ്റിന്റെ അവിടെ ഒരു ബഹളം. വേറെ SMB സ്കൂളിൽ നിന്ന് മോഡൽ തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ ഗേൾസ് ഹൈ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ മോഡൽ സ്കൂൾ SMB സ്കൂളിൽ നിന്നൊക്കെ പയ്യന്മാരാണ് സമരം വിളിക്കാൻ വരുന്നത്. അവിടെയാണ് ഈ SFI KSU ഒക്കെ ഉള്ളത്. അവിടെയുള്ള തമ്മിലടിയും ചെറിയ ചെറിയ പ്രശ്നങ്ങളും എല്ലാം സമരത്തിൽ കലാശിക്കുകയും ഒരു ദിവസം SFI സമരം നടത്തും, അടുത്ത ദിവസം അതിന്റെ പ്രതികാരമായിട്ട് KSU സമരം നടത്തും. അന്നൊക്കെ അപ്പൊ നമ്മൾ അതോർത്തിരിക്കും, ഒരു ബഹളം കേൾക്കുമ്പോൾ ഇന്ന് സമരം ഉണ്ടല്ലോ, ഇന്ന് നേരത്തെ വീട്ടിൽ പോകും, അപ്പൊ എന്താണ് കൊണ്ടുവരുന്ന ചോറ് നേരത്തെ കഴിച്ചിട്ട് പോവാല്ലോ, എന്നാൽ ഒരു രസമാണ്. ഈ പിള്ളേരുടെ അക്രമം ഒന്നും ഇന്നും നിലയും തുടങ്ങിയൊന്നും അല്ല. 2K കിഡ്സിനെ വെറുതെ കുറ്റം പറയണ്ട, അവർ കുറച്ചുകൂടെ ടെക്നോളജി ഡെവലപ്പായി എന്നേ ഉള്ളൂ, അത് അപ്ഡേറ്റഡ് ആയി എന്നേ ഉള്ളൂ. നമുക്കറിയാത്ത എന്തെല്ലാം അറിവുകളാണ് ഇപ്പോഴത്തെ ചെറിയ പിള്ളേർക്ക്. ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുത്ത് ഒരു ചെറിയ കുട്ടിയുടെ കൊടുത്താൽ അതിന്റെ സകല സാധനം, ഐഫോൺ കൊടുത്താൽ ഒരു സകല കാര്യം ഇങ്ങോട്ട് പറഞ്ഞു തരും, ഇല്ലേ? അത് അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ കഴിവാണത്. പണ്ടൊരു 14 വയസ്സിലെ കുട്ടിക്കുള്ള അറിവിനേക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ ഒരു 5-6 വയസ്സുള്ള കുട്ടിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് 2K കിഡ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരം താഴ്ത്തണ്ട, മിടുക്കന്മാരും മിടുക്കികളുമാണ് എല്ലാവരും. പിന്നെ അത് ഏത് രീതിയിൽ വിടുന്നു എന്നുള്ളതാണ് അതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് ഈ അക്രമങ്ങൾ, കുട്ടികൾ ഇപ്പോഴല്ല അക്രമം ചെയ്തു തുടങ്ങിയത്. പണ്ട് മുതലേ ഈ സ്കൂളിൽ തമ്മിത്തല്ലും തല പൊട്ടിച്ചിട്ട് വരല് ഇങ്ങനെയൊക്കെ കുറേ പരിപാടികൾ പണ്ടും ഉണ്ട്. ഞാൻ 10ൽ പഠിക്കുമ്പോൾ ഒരു ഇലക്ഷൻ സമയം, പണ്ട് നമ്മുടെ ഗേൾസ് ഹൈ സ്കൂളിൽ പാർട്ടിയൊന്നുമില്ല, പക്ഷെ അപ്പൊ ട്യൂഷൻ സെന്ററിൽ എല്ലാ സ്കൂളിലെ കുട്ടികളും ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നല്ല സുന്ദരനായ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. ഞാൻ അവനെ ഇപ്പോഴാണ് ഓർക്കുന്നത്, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നല്ല സുന്ദരനായ ബാലു എന്ന് പേരുള്ള ഒരു പയ്യൻ. അവൻ കൊണ്ട് ഞാൻ ഒരു പതുങ്ങി പാവമാണ്, ഗാന്ധിജിയുടെ പാതയാണ്, അപ്പൊ ഗാന്ധിജി ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. അവൻ ബാഗ് തുറന്നിട്ട് ഒരു കത്തി എടുത്ത് ഇങ്ങനെ കാണിച്ചു. ഇലക്ഷന് സ്കൂളിൽ പോവാണ്, അവന്റെ ബാഗിനകത്ത് നിന്നാണ് ആയുധം കണ്ടത്. ഞാൻ പേടിച്ചു, ഞാൻ കരച്ചിൽ തുടങ്ങി. അപ്പൊ അവര് ആരുടെ പറയില്ലേ, സാറിനോട് പറയരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. പറയൂല ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് വൈകുന്നേരം വരെ ടെൻഷനായിരുന്നു, ഇവൻ ഈ കത്തി കൊണ്ട് ആരെങ്കിലും കുത്തുവോ, അത് ഈ കത്തി പിടിച്ചു വെച്ച് ഇവനെ ആരെങ്കിലും കുത്തുവോ എന്നൊക്കെ. പണ്ട് ഫോണൊന്നും ഇല്ലല്ലോ. അപ്പൊ പിറ്റേന്ന് ക്ലാസ്സിൽ വന്ന് അവനെ കാണുന്നവരെ എനിക്ക് ടെൻഷനായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. അന്നവൻ കത്തി കൊണ്ടുപോയതേ ഉള്ളൂ, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ പല സ്കൂളുകളിലും ഇതുപോലെ അക്രമങ്ങളൊക്കെ അപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിലെ രാഷ്ട്രീയം, ഇടിമുറികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അറിയാം. അവിടെ എന്താണ് നടക്കുന്നത്? മറ്റേ കൗൺസിലിംഗ് എന്തെങ്കിലും ആണോ? അല്ല, പെരുമാറ തന്നെയാണ്. ഏത് പാർട്ടിയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആരുടെയും ഇടിമുറികൾ, റാഗിങ്. ഇപ്പോഴാണ് റാഗിങ് ഒക്കെ റെയർ പീസുകളായത്, ഇല്ലേ? 1-2 ശ്രദ്ധിക്കപ്പെടുന്ന കേസുകളെ റാഗിങ് മാറിയത് എപ്പോഴാണ്? ഈ അടുത്ത കാലത്തൊക്കെയാണ്. അതിനു മുന്നേ നല്ല രീതിയിൽ പിള്ളേരെ റാഗ് ചെയ്യുമായിരുന്നു, വളരെ ക്രൂരമായ രീതിയിൽ തന്നെ റാഗിങ് നടക്കുമായിരുന്നു. പക്ഷെ അതിനും എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല, ഇല്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, ഈ കുറ്റവാളികളൊന്നും അക്രമവാസനയൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളിലെ അക്രമവാസനയെ കുറിച്ച് പറയുമ്പം അതിന് നമുക്കൊരു 3 ഘടകമായിട്ട് വരാം. അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പല വ്യക്തികളുടെ ഒരു ഇൻഫ്ലുവൻസ്,
അതൊന്നുണ്ട്. അത് ചെറിയ പ്രായത്തിൽ ഹീറോയിസം ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനായിരിക്കും പലർക്കും ഹീറോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ, അങ്ങനെ കുറെ പിള്ളേർ അത് കണ്ടിട്ട് ചില കഥാപാത്രങ്ങളെ പിള്ളേരെ ഉൾക്കൊണ്ടിട്ട് അവരതായി അവരുടെ ഉള്ളിൽ അതങ്ങ് കുടിയേറും. എനിക്കറിയുന്ന ഒരു കുട്ടിയുണ്ട്, പണ്ട് ഇങ്ങനെ ഈ സിനിമകൾ കണ്ടിട്ട് മോഹൻലാലിന്റെ കഥാപാത്രങ്ങൾ അവനെ അങ്ങ് ആവേശിച്ചു. അവന്റെ അച്ഛൻ ഗൾഫിലായിരുന്നു, അവൻ കണ്ടിട്ടില്ല, അച്ഛൻ ജനിച്ചപ്പോൾ അച്ഛൻ ഗൾഫിൽ പോയത്. അവൻ 5 വയസ്സൊക്കെ ആയപ്പോൾ അച്ഛൻ തിരിച്ചു വന്നത്. അവന്റെ മനസ്സ് മുഴുവൻ മോഹൻലാലും കഥാപാത്രങ്ങളുമാണ്. അച്ഛൻ തിരിച്ചു വന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കുകയാണ്, എൻ്റെ അച്ഛൻ്റെ പേരെന്തോന്നു? പണ്ടത്തെ അച്ഛന്മാരുടെ സ്ഥിര ശൈലിയാണ്, അച്ഛൻ്റെ പേര് പറ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്യുക. അതായത് അച്ഛൻ്റെ ആ ഒരു വെയിറ്റ് കിട്ടണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു മോഹൻലാൽ. ഈ അച്ഛന് സഹിച്ചില്ല, എൻ്റെ മോഹൻലാലിൻ്റെ അച്ഛനെന്ന് പറയുന്നത്. വീണ്ടും ചോദിക്കണം, നിന്റെ അച്ഛൻ്റെ പേരെന്ത്? മോഹൻലാൽ. ഒരു 3 തവണ ചോദിച്ചു കഴിഞ്ഞിട്ട് ആ അച്ഛൻ ആ കൊച്ചിനെ പൊതിരെ തല്ലി എന്ന് പറഞ്ഞാൽ അത് കണ്ടാ സഹിക്കാത്ത രീതിയിൽ ആ കൊച്ചിനെ തല്ലി. അപ്പുറത്തെ വീട്ടിലുള്ളവർ വന്നിട്ട് എന്തിനീ കൊച്ചിനെ ഇങ്ങനെ തല്ലുന്നു, അവന്റെ അച്ഛൻ മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടി ഭാവിയിൽ എന്തായി തീരുമെന്നാണ് വിചാരിക്കുന്നത്. അവന്റെ ആ ചെറിയ പ്രായത്തിൽ ഏറ്റവും അവന്റെ മനസ്സിലെ ഹീറോ മോഹൻലാലാണ്. അച്ഛനെ അന്ന് കാണുന്നേ ഉള്ളൂ ഗൾഫിൽ നിന്ന് വന്നത്. ആ ആൺകുട്ടി ഭാവിയിൽ എന്ത് ചെയ്താലും, കുറ്റം ചെയ്താലും അത് അവന്റെ കുറ്റമല്ല. അത് അന്ന് അങ്ങനെ അടിച്ച അച്ഛൻ പിന്നെ അവനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുമെന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, വ്യക്തികളുടെ ഇൻഫ്ലുവൻസ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളിൽ അച്ഛൻ ഒരു ഹീറോ ആയിട്ട്, അത് പഴയ കാലത്തിലായിരുന്നു, അത് അച്ഛൻ ഒരു ഹീറോ ആണ് എന്നും പറഞ്ഞിട്ടുള്ള പഴയ കാലമൊന്നുമല്ല. ഇപ്പോഴത്തെ കാലത്തിലാണെങ്കിലും അച്ഛനും അമ്മയും കൂടെ ഇല്ല. ഒരു ഭൂരിഭാഗം കുഞ്ഞുങ്ങളിലും അച്ഛനും അമ്മയും കൂടെ ഇല്ല. ഒരു കെയറിങ്ങോ പാമ്പറിങ്ങോ ഒന്നും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ അവര് നോക്കുമ്പോൾ അവര് ആരാധിക്കുന്ന കഥാപാത്രങ്ങളാണ് അവരുടെ മനസ്സിലെ ഹീറോ. തിന്മയെ നശിപ്പിച്ച് നന്മയെ ജയിക്കുന്ന ഹീറോകളാണ്. അപ്പം സ്വാഭാവികമായിട്ടും അച്ഛൻ അവിടെ ഒരു റോളില്ല. അച്ഛൻ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കുന്നു, വർഷങ്ങൾക്ക് ശേഷം മകന്റെ അടുത്ത് വന്നിട്ട് ഞാനാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവിടെയാണ് ഈ പാരന്റിങ് എന്താണെന്ന് പ്രോപ്പറായിട്ട് പാരന്റിങ് അറിയാത്തവർക്ക് മക്കൾ ഉണ്ടാവരുത് എന്നാണ് പ്രാർത്ഥന. കാരണം ആ കുട്ടികൾ അവരറിയുന്നില്ല, ഈ മക്കളെന്ന് പറയുന്നത് എന്താണ്, അച്ഛൻ അമ്മയിലൂടെ വരുന്നു എന്നൊന്നേ ഉള്ളൂ. അച്ഛനും അമ്മയ്ക്ക് അവരിലധികം അങ്ങനെ അവരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊന്നും അധികമായിട്ടൊന്നും അവർക്കില്ല. പക്ഷെ അവരെ നേരായ വഴിക്ക് നയിക്കാനുള്ള അവകാശം അത് ഇവർ ചെയ്യുന്നുണ്ടോ ഈ അച്ഛനമ്മമാർ? ഇപ്പം അച്ഛൻ്റെ ഭാഗം വീക്കാണെന്ന് വെച്ചോ, അപ്പം അമ്മ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഈ ഫാമിലി സെറ്റപ്പ് അത്ര സ്മൂത്ത് അല്ല. അപ്പൊ ഈ പലയിടത്തും കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അമ്മ ഈ ഫ്രസ്ട്രേഷൻ മുഴുവൻ എവിടെയാ തീർക്കുന്നത്? മക്കളോട്. കഴിഞ്ഞ ദിവസം കൂടെ കണ്ടൊരു സംഭവമാണ്. ഒരമ്മ മക്കളെ വെറുതെ പൊതിരെ തല്ലുകയാണ്. കാരണം കുട്ടികൾ ചെറിയ ചെറിയ കുറ്റം ചെയ്യുന്നത് അതൊരു വലിയ പാതകമാണോ? ചെറിയ ചെറിയ കുറ്റങ്ങൾ, അതായത് പെൻസിൽ ഒടിച്ച് കളയുക, ബുക്ക് കളഞ്ഞിട്ട് വരിക, ഇതൊന്നും വലിയ കുറ്റങ്ങളല്ല. ഈ മുതിർന്നവർ ചെയ്യുന്ന തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ തെറ്റുകളൊന്നും തെറ്റുകളേ അല്ല. മാത്രമല്ല ടെൻഷൻ എന്ന് പറയുന്നത്, അച്ഛനും അമ്മയ്ക്കൊക്കെ കുറേ ടെൻഷനാണ്. പൈസ ഇതെല്ലാം നമ്മൾ കുടുംബത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള തത്രപ്പാടാണ്. പിന്നെ പലതരം പേഴ്സണൽ ടെൻഷനുകൾ, ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ വളരുന്ന ഒരു കുട്ടിയുടെ ടെൻഷനെ പറ്റി ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? ആരും ആലോചിക്കാറില്ല. ചെറിയ കുട്ടികൾ അനുഭവിക്കുന്ന ടെൻഷൻ, മാനസിക സമ്മർദ്ദങ്ങൾ. ഇപ്പൊ ചെറിയ കുട്ടിയായാൽ പോലും സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ ഈ മാർക്ക് കുറയുക, ഹോംവർക്ക് ചെയ്യാതിരിക്കുക, ടീച്ചർമാർ ചെറിയ വഴക്ക് പറയുക, ഇങ്ങനെയുള്ള ടെൻഷനിൽ വീട്ടിലേക്ക് കയറി വരുന്ന കുട്ടികളെ വീട്ടുകാരെങ്ങനെ ഡീൽ ചെയ്യുന്നു? കുട്ടിയുടെ മനസ്സോടെ അല്ല അവർ ഡീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അമ്മ അച്ഛൻ, ഒരു അമ്മയും അച്ഛനും ജനിക്കുന്നത് എപ്പോഴാ? കുട്ടി ജനിക്കുമ്പോഴാ. അപ്പൊ ഈ അമ്മയ്ക്കും അച്ഛനും കുട്ടിയുടെ പ്രായമാണ് ആവേണ്ടത്. മകൻ 1 വയസ്സ് അല്ലെങ്കിൽ മകൾക്ക് 1 വയസ്സാകുമ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും 1 വയസ്സാവണം. അവന്റെ ചിന്തയെ പോലെ ചിന്തിക്കാൻ അമ്മയ്ക്കും അച്ഛനും കഴിയണം. അല്ലാതെ അമ്മയും അച്ഛനുമായിരുന്നു നീ കുട്ടിയാണ്, നിന്നെ ഭരിക്കുക, ഞാൻ പറയുന്നത് നീ അനുസരിക്കുക, അത് അവരുടെ ഒപ്പം നിന്ന് ചെയ്യുമ്പോൾ ഈ അനുസരിപ്പിക്കുക എന്നതിലുപരി അവർ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് ചെയ്യും. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ മകനോട് ഞാൻ അങ്ങനെയായിരുന്നു. അവന്റെ പ്രായത്തിനൊത്താണ് ഞാനും വളർന്നത്. അപ്പോൾ നമ്മളൊന്നും അവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കേണ്ടി വരില്ല. നമ്മളോടൊപ്പം നിൽക്കും, ഒപ്പം വളരുക, മക്കളോടൊപ്പം വളരുക എന്നുള്ളതാണ്. പിന്നൊന്നും കുട്ടികളുടെ മാനസികാരോഗ്യം. നമ്മുടെ നാട്ടിൽ ഈ ഒരു ടെൻഷൻ, ഡിപ്രഷൻ ഇതൊക്കെ പറഞ്ഞാൽ ഈ ഭ്രാന്തൻ അല്ലെ ഈ ഭ്രാന്തി, ഈ ഒരു കോൺസെപ്റ്റാണ് എല്ലാവരും പറയുന്നത്. ഒരു ഡോക്ടറിനോട് പോയി എനിക്ക് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുണ്ട്, കൗൺസിലിംഗ് വേണം, അല്ലെങ്കിൽ മെഡിക്കേഷൻ വേണം, ഇങ്ങനെ ആവശ്യം. നമുക്ക് വയറുവേദന വന്നാൽ നമ്മൾ ഡോക്ടറെ കാണും, തലവേദന വന്നാൽ കാണും, കാലുവേദന വന്നാൽ, ശരീരത്തിലെ മറ്റേത് ഭാഗത്തിന് അസുഖം വന്നാലും നമ്മൾ ഡോക്ടറെ കാണാൻ ഒരു മടിയുമില്ല. പക്ഷെ അതുപോലെ ഇപ്പൊ കുട്ടികൾക്കായാലും ശരി, മാനസികമായി ടെൻഷൻ ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയണം, അച്ഛനും അമ്മയും. ആ ടെൻഷൻ എങ്ങനെയാ? ഈ
ഇവർ സ്കൂളിൽ പോകുന്നു, പല കുട്ടി കമ്പയർ, നേരത്തെ പറഞ്ഞ പോലെ കമ്പയർ ചെയ്യാന്ന്, അവനെ കണ്ടുപടി അല്ലെങ്കിൽ അവളെ പിള്ളേരെ ഏറ്റവും അധികം ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കമ്പയർ ചെയ്യാന്നുള്ളത്. അതുമല്ല, ഇപ്പം കുറവുകളില്ലാത്ത ആരുമില്ല. നിറത്തിന്റെ പേരിൽ, ബുദ്ധിയുടെ പേരിൽ, തലമുടിയുടെ പേരിൽ, ലുക്ക്, സൗന്ദര്യത്തിന്റെ പേരിൽ, ഇതിലെല്ലാം കുട്ടികൾ അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ടല്ലോ, അത് ചില്ലറയല്ല. പക്ഷെ ഇത് അനുഭവിച്ച് വളർന്നു വന്ന പാരൻസ് പോലും ഇതേ കാര്യം പറഞ്ഞ് കുട്ടികളെ വിഷമിപ്പിക്കാറുണ്ട്. കളറിന്റെ പേരിലും സൗന്ദര്യത്തിന്റെ പേരിലും പഠിത്തത്തിന്റെ പേരിലും. ഒരിക്കലും ആരെയും തമ്മിൽ കമ്പയർ ചെയ്യാതെ വളർത്തണം. ഇത് ആദ്യമായിട്ടല്ല ഒരാൾ പറയുന്നത്, നിരവധി പേര് ഇത് പലതവണ പറഞ്ഞു പോയ കാര്യമാണ്. എന്നാലും വീട്ടുകാരെല്ലാം ഇത് തന്നെ. പിന്നെ അതുപോലെ 2 മക്കളുള്ള വീട്ടിൽ ഒരു മക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുക, പുറത്തെ കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യുക, പിന്നെ അച്ഛന് സ്നേഹമുണ്ട്, സ്നേഹമില്ലായ്മ, അല്ലെങ്കിൽ അമ്മയ്ക്ക് സ്നേഹമുണ്ട്, സ്നേഹമില്ലായ്മ, ഇങ്ങനെയൊക്കെ വെറുതെ, അതായത് യാതൊരു ആവശ്യവുമില്ലാത്ത കമന്റ്സ് കുട്ടികളോട് പറയുക. അതിലൂടെയെല്ലാം പിള്ളേർക്കുണ്ടാകുന്ന ആ മാനസിക ബുദ്ധിമുട്ടുകൾ. ഇപ്പം ഞാനൊരു പറയാം, ചെറിയ കുട്ടി, നമ്മൾ പണ്ടേ പിള്ളേരെ എന്തെങ്കിലും നമ്മൾ ഉപദ്രവിക്കുമ്പോൾ ഒരു തുപ്പും, കുട്ടികൾക്ക് തുപ്പുന്നൊരു ശീലം ഉണ്ടാവും. ഒരു തവണ ഒരു തുപ്പുമ്പോൾ നമുക്ക് ദേഷ്യം വരുവാണെങ്കിൽ അവർ മനസ്സിലാക്കുന്ന എന്താണെന്ന് അറിയാമോ? എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു വഴിയാണത്. അപ്പൊ ഇവർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എനിക്ക് റിയാക്ട് ചെയ്യാൻ തുപ്പിയാൽ മതി, അവർക്ക് ദേഷ്യം വരും. നമ്മളും അങ്ങനെയല്ലേ ചെയ്യുന്നത്? തുപ്പാന്നല്ല, എനിക്ക് അരുണിമയോട് ഒരു ദേഷ്യമുണ്ട്, അപ്പൊ അരുണിമയെ ഇറിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അരുണിമയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യും. അപ്പോൾ അവർ വീണ്ടും തുപ്പുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ കുറിച്ച് ഈ പാരൻസിനൊരു ബോധ്യം വേണം. അതേസമയം അവരെ പിടിച്ചു നിർത്തി ആൾക്കാരുടെ മുന്നിൽ വെച്ച് കുറെ അടി കൊടുത്താൽ അത് മാറുമോ? തൽക്കാലത്തേക്ക് മാറുമായിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ ഈ സാധനം കിടക്കും. അവർ റിയാക്ട് ചെയ്യേണ്ടത് അത് വളർന്നു വരുംതോറും അതിന്റെ റേഞ്ച് മാറി വരും. പക്ഷേ ചേച്ചി, ഇപ്പം മറ്റുള്ള ജനറേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ഈ ജനറേഷൻ അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ റിലീസാവുന്ന സിനിമകൾ തന്നെ നോക്കാം, മാർക്കോ പോലത്തുള്ള സിനിമകൾ വരുന്നത് കുട്ടികളിൽ കുറേ കൂടെ, അതായത് നമ്മൾ സിനിമ എന്ന് പറഞ്ഞാൽ കുറേ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാധ്യമമാണല്ലോ. അപ്പം സിനിമ കാണുന്നതിലൂടെ കുട്ടികൾ കുറേ കൂടെ ആ ഒരു, ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ മോഹൻലാലിന്റെ ഹീറോയിസം കണ്ട് മോഹൻലാലിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന പോലെ മാർക്കോ സിനിമ കണ്ടിട്ട് മാർക്കോ അനുകരിക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾ ശ്രമിക്കത്തില്ല. അതിന്റെ ഒരു ഭാഗമായിട്ടല്ലേ. ഗാന്ധിജിയുടെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഗാന്ധിജി സിനിമ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് അഹിംസയിലൂന്നി ജീവിക്കുകയാണോ? ഇല്ല. അപ്പൊ ഇത് മാത്രമല്ല, ഇതുപോലെ കുറെ സാധനങ്ങളുണ്ട്. പണ്ട് പറയുമ്പോൾ അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം, ആ കവിത പഠിച്ചിട്ടുണ്ടല്ലോ. അതില് മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. അങ്ങനെ അത് പറഞ്ഞു നിർത്തുന്നത് കുട്ടി മരിച്ചുപോയി, അമ്മ അവനെ മാങ്കുല തല്ലുന്നത്, അതുകൊണ്ട് അത് എടുത്തതുകൊണ്ട് വഴക്ക് പറഞ്ഞു. മകൻ മരിച്ചുപോയി, അമ്മ കരഞ്ഞു എന്ന് വെച്ച്. പക്ഷെ ഇപ്പോഴും പിള്ളേരെന്തെങ്കിലും ചെയ്ത അമ്മമാരെ അടിക്കുമല്ലോ. അയ്യോ, അന്ന് ആ കുട്ടി മരിച്ചു ആ കവിതയിൽ, അതുകൊണ്ട് എൻ്റെ മകനെ ഞാൻ ശാസിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുമോ? ഇല്ല, ശാസിക്കും. പക്ഷെ ശാസിക്കാത്തവരും ഉണ്ട്. മക്കൾ എന്ത് ചെയ്താലും ശാസിക്കാത്തവർ. ശാസന എങ്ങനെയാണെന്നുള്ളതാണ് അറിയേണ്ടത്. അവരെ ഏത് രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അതാണ് പഠിക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞതുപോലെ സിനിമയുടെ ഇൻഫ്ലുവൻസ്, അപ്പം ഞാനത് വിശ്വസിക്കുന്നില്ല. ഇപ്പം മാർക്കോ സിനിമ ഞാൻ കണ്ടിട്ടില്ല. വയലൻസ് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് കാണാൻ തോന്നിയില്ല, ഞാൻ കണ്ടില്ല ഇതുവരെ. കൊറിയൻ സിനിമയൊക്കെ ഇവിടെ ആര് നിയന്ത്രിക്കും? കൊറിയൻ സിനിമകൾ കാണാറുണ്ടോ? ഇവിടെയുള്ള കുട്ടികളെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് കൊറിയൻ സിനിമകളാണ്. BTS ആർമി കേട്ടിട്ടുണ്ടോ? ആ എനിക്കിഷ്ടമല്ല, ഞാൻ കാണാറില്ലായിരുന്നു. പക്ഷേ ചില കുട്ടികൾക്ക് അത് ഭയങ്കര ക്രേസ് ആയിരുന്നു. അവരോട് BTS ആർമിയെ പറ്റി എന്തെങ്കിലും നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ, മയക്കുമരുന്ന് കഴിക്കുന്ന പിള്ളേരെ പോലെ അല്ല അവർ റിയാക്ട് ചെയ്യുന്നത്. നല്ല ബോധത്തോടെ അവർ അതിനേക്കാൾ ശക്തമായിട്ട് വഴക്കുണ്ടാക്കാൻ വരും. നിങ്ങൾ എന്തിനാണ് കൊറിയയിലുള്ള ഏതോ ആൾക്കാർക്ക് വേണ്ടി എന്നോട് വഴക്കിടാൻ വരുന്നത്? നിങ്ങൾക്കത് ഇഷ്ടപ്പെടാനുള്ള അവകാശം ഉള്ളതല്ല, അതെനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാമല്ലോ. എനിക്കതിന് ഇഷ്ടക്കേടും ഉണ്ടായിട്ടല്ല, അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ടൊന്നും ഒപ്പിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കല്ലാതെ അവരെ ഇഷ്ടമില്ലായ്മയൊന്നും ഇല്ല. അപ്പോൾ ഇവിടെയുള്ളൊരു മാർക്കോയോ പോലീസ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയോ സിനിമയൊന്നും കണ്ടിട്ടല്ല പിള്ളേരൊന്നും അങ്ങനെ ആവുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. സിനിമയുടെ അല്ല. ഇപ്പം മൊബൈൽ ഫോണിനെ ഇപ്പം എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ലഹരി ഉപയോഗം ഒരുപാട് കൂടുതലല്ലേ ഇപ്പോൾ? കൂടുതൽ. അതാരാ നിയന്ത്രിക്കേണ്ടത്? നമ്മുടെ വീട്ടിൽ ഉള്ള കുട്ടികളെ നമ്മൾ അത്രയും കെയർ ചെയ്യണം. അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും നമ്മൾ നോട്ട് ചെയ്യണം. അതാണ് പറഞ്ഞത്,
പിള്ളേരോട് ഫ്രണ്ട്ലി ആയിരിക്കണം, അവർക്ക് എന്തുണ്ടെങ്കിലും തുറന്നു പറയാനുള്ള സ്പേസ് വീട്ടിലുണ്ടായിരിക്കണം. പിന്നെ ഈ ലഹരിയുടെ കാര്യമെല്ലാം അതെല്ലാം സർക്കാർ തലത്തിൽ തന്നെ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ അവിടെ നിന്ന് 5 കിലോ പിടിച്ചു, ഇവിടെ നിന്ന് അത്ര ഗ്രാം പിടിച്ചു എന്ന് പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. അതോടെ തീരുവോ? കാരിയേഴ്സ് ആണ് അവര്. കാരിയേഴ്സിനെ പിടിച്ചത് കൊണ്ട് ഈ മാഫിയ തീരുവോ? തീരൂല. അതിന് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ വേണം, അന്വേഷണങ്ങൾ നടക്കണം, അതിന്റെ തലപ്പത്തുള്ളവരെ തന്നെ പൊട്ടിക്കണം. അതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അത് കാലങ്ങൾക്കനുസരിച്ച് ലഹരികൾ മാറി മാറി വരും. പണ്ട് കാലത്ത് ചാരായമായിരുന്നു ഉണ്ടായിരുന്നത്. പണ്ട് എൻ്റെയൊക്കെ ചെറുതില് ഇപ്പം ഈ പറയുന്ന പോലെ ഈ ആക്രമണം, കുറ്റവാളികളുടെ കാര്യം പറഞ്ഞ് അതിലേക്ക് വരാം നമുക്ക്. പണ്ട് ഈ കോളനികൾ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും കോളനി മോശം അങ്ങനെ പറയാൻ വേണ്ടി പറയുന്നതല്ല, യാഥാർത്ഥ്യമാണത്. കോളനികളുണ്ടായിരുന്നു. അവിടെ ചാരായം വാറ്റുക, ഗുണ്ടായിസം, കൊട്ടേഷൻ, ഇതെല്ലാം അവിടെ കേന്ദ്രങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത്, അത് അവിടുത്തെ ശീലമാണ് വലിയ ആൾക്കാർക്ക്. അവിടെ വളരുന്ന കുട്ടികൾ അത് കണ്ടു വളരുമ്പോൾ ഇത് തെറ്റ് എന്ന് അവരുടെ മനസ്സിൽ തോന്നണം എന്നില്ല, ഇല്ലേ? ഇപ്പൊ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു വിഷയമാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഫെയർവെല്ലിന് കൂട്ടുകാരനെ കൊന്ന കുട്ടിയുടെ കേസിൽ ആ പ്രതിയാക്കപ്പെട്ട പയ്യന്റെ അച്ഛൻ TP വധക്കേസിലെ പ്രതിയോടൊത്തുള്ള ഫോട്ടോ ചർച്ചയായിരുന്നു. അപ്പോൾ അച്ഛന്റെ ഹീറോയിസം എന്ന് പറയുന്നത് ഗുണ്ടായിസവും കൊട്ടേഷൻ സംഘവുമായിട്ടുള്ള ഡീലിങ്സ് ആണ് എങ്കിൽ ആ വീട്ടിൽ വളരുന്ന കുട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ? കൂടെ പഠിച്ച ഒരു കുട്ടിയെ തലക്കടിച്ചു എന്ന് പറഞ്ഞിട്ട്? ഇല്ല. അവന്റെ ഹീറോ എന്താണ്? കൊട്ടേഷൻ സംഘവുമായി ബന്ധം പുലർത്തുന്ന അച്ഛനും ആ കഥകളുമായിരിക്കും, ഇല്ലേ? ആ കുട്ടിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവന് കിട്ടുന്നത് എന്താണ്? അത് ശരി, വെല്ലുവിളിക്കുക, ഹീറോയിസം കാണിക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു സിനിമയുടെ ഇതിലല്ല അത്. അതുപോലെ അത് ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അങ്ങനെയുള്ള ഏരിയയിൽ നിന്നുള്ള കുട്ടികളെ ഒരിക്കലും മോശക്കാരെന്ന് പറയാൻ പാടില്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ടാണ് അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും എല്ലാം. ഇതൊന്നും കുട്ടികളൊന്നും അതുകൊണ്ട് വരുന്നവരല്ല. പിന്നെ വേറൊരു ചെറിയൊരു കുട്ടി 3 കുട്ടികളെ കൊന്നതായിട്ടൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. വടക്കോട്ട് എവിടെയാണ്, പേരോർക്കുന്നില്ല. ആ കുട്ടിക്ക് മാനസികമായ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അപാകത തോന്നിയാൽ ആ കുട്ടിയെ ട്രീറ്റ്മെന്റ് വിധേയമാക്കാനുള്ള ഒരു പാകതയിലേക്ക് രക്ഷകർത്താക്കൾ എത്തണം. അതിന് വേണ്ടത് കുട്ടികളെ ഡയറക്റ്റ് നന്നാക്കുകയല്ല ചെയ്യേണ്ടത്, രക്ഷകർത്താക്കൾക്കാണ് ബോധവൽക്കരണം. ഈ രക്ഷകർത്താക്കളെ ബോധവൽക്കരിക്കണം. പിന്നെ ചിലർക്ക് കൂട്ടുകുടുംബമായിട്ടുള്ളിടത്ത് ഇപ്പൊ അച്ഛനും അമ്മയും ഇതിനെക്കുറിച്ച് ബോധേഡായിരിക്കും. ചിലപ്പോൾ അവിടെ അമ്മമ്മ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടോ ഇതിലെല്ലാം ഇടപെടാൻ. അപ്പൊ ഇവരെല്ലാം ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം. എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, അവരെ ഏത് വഴിക്ക് നയിക്കണം. ഇപ്പൊ അവർക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ വാങ്ങിച്ചാൽ അവർക്ക് ദേഷ്യം വരും. പക്ഷെ അത് പിടിച്ചു വാങ്ങിക്കുകയല്ല, അവരെ കൊണ്ട് തീരുമാനിപ്പിക്കണം എത്ര സമയം എന്തൊക്കെ എനിക്ക് മൊബൈലിൽ നോക്കാം എന്നുള്ളത്. അതിനവരെ പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. ഇപ്പം മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചു വാങ്ങിച്ചാൽ ദേഷ്യം വരൂലേ? സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. അത്ര അത് കുട്ടിയെന്നല്ല, വലിയവർക്കായാലും അത് തന്നെയാണ്. അവരൊരു ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദേഷ്യം വരും. പിന്നെ ഇപ്പം കാലം മാറി വരും തോറും ആ ദേഷ്യത്തിന്റെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. പണ്ടത്തെ പിള്ളേരെ വളർത്തും പോലെയല്ലേ ഇപ്പൊ വളർത്തുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ പാരന്റിങ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. അതിന് വേണ്ട ഗൈഡൻസ് പാരന്റ്സ്, ശരിക്കും പറഞ്ഞാൽ അത് പറ്റുന്നവർ മാത്രം മക്കളെ വളർത്തിയാൽ മതി എന്നല്ലേ. സാഹചര്യങ്ങളാണ് കുട്ടികളായാലും വലിയവരായാലും അതിനെ വില്ലന്മാരാക്കുന്നതെന്ന് പറയുന്ന പോലെ. ഈ ദേശാടനക്കിളികൾ കരയാറില്ല എന്ന സിനിമയിലെ അത് ഞാൻ ഓർത്തതായിരുന്നു. ഇപ്പൊ ഈ പെൺകുട്ടികൾ മുംബൈ പോയതിന് ചർച്ചയാവുന്നത് ആദ്യമായിട്ടാണ് കേരളത്തില് പിള്ളേര് നാട് വിട്ടു പോകുന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അറിവിലുള്ളൊരു പയ്യൻ നാട് വിട്ടു പോയി, ശബരിമല പോയി നിന്നു. എന്ത് കാര്യം ട്യൂഷൻ ക്ലാസ്സിൽ പോയപ്പം ക്ലാസ് കെട്ടിയത് പുറത്തിറങ്ങി, അത് അടുത്തുള്ള ആരോ കണ്ടു. അപ്പൊ വീട്ടിൽ വന്നാൽ അടി കിട്ടും. അവൻ കയ്യിൽ കിട്ടിയ പൈസ കൊണ്ട് നാട് വിട്ടുപോയി. പോയത് ശബരിമലയിൽ. അവിടെ പോയത് എല്ലാവരും കൂടെ പോയി പിടിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഈ നാട് വിട്ടു വന്നാൽ അതല്ല, വർഷങ്ങൾക്ക് മുമ്പേ ദേശാടനക്കിളി കരയാറില്ല സിനിമയിൽ 2 പെൺകുട്ടികളാണ് നാട് വിട്ടു പോയത്. അപ്പോൾ ആ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ അതിന് അനുവദിക്കുന്നില്ല. അപ്പോഴത്തെ വാശിയാണ് അവരുടെയും ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് അവരെ നാട് വിടാൻ പ്രേരിപ്പിക്കുന്നത്. ആ സിനിമയ്ക്കകത്ത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം ശരിയല്ലാത്തതുകൊണ്ടും ഇപ്പോൾ വരുന്ന വാർത്തകൾ വലിയ രീതിയിലും നമ്മളൊരു സ്വാധീനം ചെലുത്തുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ലഹരി മാഫിയകളുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത്. കൊലപാതകമൊക്കെ വിദ്യാർത്ഥികളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 പെൺകുട്ടികളെ കാണാതായപ്പോൾ നമ്മുടെ ചിന്തയൊക്കെ ആ രീതിയിലൊക്കെ പോയത് സ്വാഭാവികമാണ്. അവരൊരു സാധാരണ രീതിയിൽ അവർ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയതാണ്. എന്നാലും പോയവർ പോയ വഴിക്ക് പോയിട്ട് തിരിച്ചു വരും.